ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും 20ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് റോബർട്ട് ഫ്രോസ്റ്റ്. അത് അനദർ വെരി ബ്യൂട്ടിഫുൾ പോയിന്റ്. ബട്ട് ഇഫ് യു want to know this poem, you need to know the seasons. ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. സീ ഹൗ കളർഫുൾ ഇറ്റ് ഇസ്. ഭയങ്കര സ്പെക്ടാക്കുലർ ആണ് സ്പ്രിങ്ങിന്റെ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇത്? നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമില്ല, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സദേൺ പാർട്ടിൽ പരിചയമില്ല. ബിക്കോസ് വി ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിസ്റ്റം. ഇതാണ് സ്പ്രിംഗ് സീസൺ. ദിസ് ഫോളോസ് ഇതിന് തൊട്ട് മുമ്പുള്ള സീസൺ നമുക്ക് നോക്കാം. വിന്റർ. ഇറ്റ്സ് എ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് തിങ്. വിന്റർ ഈസ് വെരി ബ്ലീക്ക്. വിന്ററിൽ എപ്പോഴും ഇത്രയും സ്നോ ഉണ്ടാവണമെന്നില്ല. അതിനകത്ത് ഒരുപാട് സ്നോ കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വിന്റർ സീസണിൽ എപ്പോഴും സ്നോ ഉണ്ടാവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ്. ഗ്രാസ് വിൽ ബി ഡ്രൈ, ട്രീസ് വിൽ ഹാവ് നോ ലീവ്സ് ഇൻ ഇറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സീസൺ ആണ് വിന്റർ. ഏത് തണുപ്പ് രാജ്യങ്ങളുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. So this is winter when it is very very cold. കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ അവിടെ പോയി ജീവിക്കുമ്പോൾ it's very very harsh, very very harsh. This is winter. See, winter months would be late November, December, January, February, okay, March, okay, ഏകദേശം മാർച്ച് തുടക്കം വരെ വിന്റർ ആണ്. And then you have early spring. Yeah, early spring ഇത് ഇവിടെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ നോക്കണം, മഞ്ഞുണ്ട്, അതിനിടയിൽ നിന്നും ചെറിയ ചെറിയ പുഷ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ഐ എം നോട്ട് ഷുവർ. ഈ വയലറ്റ് പൂക്കൾ ക്രോക്കസ് എന്ന് പറയുന്നൊരു പൂവാണ്. ഇവിടെ ഇത് സ്നോ ഡ്രോപ്പ് എന്ന് പറയുന്ന പുഷ്പങ്ങളാണ് ഈ വരുന്നത്. ഇത് ഡാഫഡിൽസ് ആണ്. അപ്പൊ ഈ മഞ്ഞങ്ങോട്ട് മാറിയ ഉടനെ ഒരു ക്ലൈമറ്റിൽ ചെറിയൊരു ചേഞ്ച് വന്ന് വാംത്ത് വന്ന ഉടൻ തന്നെ യു ഹാവ് ദ സ്പ്രിംഗ് സീസൺ. വൈ ഇസ് ഇറ്റ് കോൾഡ് സ്പ്രിംഗ്? ബിക്കോസ് ഓൾ ദീസ് സ്പ്രിംഗ് ഔട്ട് ഓഫ് ദി ഡെഡ് ലാൻഡ്. ആ മൃതഭൂമിയിൽ നിന്നും പെട്ടെന്ന് സ്പ്രിംഗ് ചെയ്തെങ്കിൽ വെളിയിൽ വരികയാണ്. ബ്രാഞ്ചസിൽ നിന്ന് പൂക്കൾ, ഇവിടെ ഒരു ബ്രാഞ്ച് കാണാം, യു ക്യാൻ സീ ദിസ് ബ്രാഞ്ച് ഹിയർ. ഈ ബ്രാഞ്ചിൽ നിന്നും പൂക്കൾ ആണ് ആദ്യം വരുന്നത്. ഇലയ്ക്ക് മുമ്പ് പൂക്കളാണ് വരുന്നത്. ബിക്കോസ് ദ ഷേക്സ്പിയർ പറഞ്ഞ പോലെ സമ്മേഴ്സ് ലീസ് ഈസ് ഓൾ ടു ഷോർട്ട്, സമ്മേഴ്സ് ലീസ് ഹാത്ത് ഓൾ ടു ഷോർട്ട് ഡേറ്റ്. ഈ തണുപ്പ് രാജ്യങ്ങളിൽ ആകെ ഒരു 4 മാസം അങ്ങാണ്ട് ഒക്കെ കഷ്ടിച്ച് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിന് ആ മരങ്ങളൊക്കെ അതിന് അഡാപ്റ്റഡ് ആണ്. സഡൻലി അതാണ് സ്പ്രിംഗ് എന്ന സീസണെ പറയാനുള്ള കാരണം അതാണ്. ബിക്കോസ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് സ്പ്രിംഗ് ഔട്ട് ടുഗദർ. എന്നിട്ട് ഈ ഭൂമിയിൽ നിന്നും നോക്കണം, പൂക്കളും പച്ച ഇലകളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ മഞ്ഞിനകത്ത് നിന്ന് വിരിഞ്ഞ് വരികയാണ്. മഞ്ഞ ഇനി ഒരാഴ്ചക്കകത്തൊക്കെ മഞ്ഞ് മുഴുവനും അങ്ങ് മാറിയിട്ട് നിറച്ച് പൂക്കളും ഓക്കെ ആവും. ഈ ഡാഫഡിൽസും ഇതെല്ലാം സ്പ്രിംഗ് സീസണിലെ ഫ്ലവേഴ്സ് ആണ്. ആൻഡ് അടുത്ത സീസൺ എന്ന് പറയുന്നത് ഏർലി സ്പ്രിംഗ് കഴിഞ്ഞ് നമ്മൾ വെറുതെ സ്പ്രിംഗ് എന്ന് നോക്കിയാൽ യു ഹാവ് എ ഡിഫറെന്റ്, കുറച്ചുകൂടെ ബ്രൈറ്റർ ആണ്. മഞ്ഞിന്റെ അംശം എല്ലാം പോയിട്ട് യു ഹാവ് ബേർഡ്സ്. അതെ, ദൂര ദേശങ്ങൾ, ചൂട് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ പക്ഷികളെല്ലാം തിരിച്ചു വരും. സ്റ്റാർലിങ്സ്, സ്പാരോസ്, മെനി ബേർഡ്സ് വിൽ കം ബാക്ക് ആൻഡ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ലൈക്ക് ദിസ്. ഇത് നമ്മുടെ നോർത്തേൺ ഇന്ത്യയിലും ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ഹിമാചൽ പ്രദേശ് പോലത്തെ സ്ഥലങ്ങളിൽ ഈ തണുപ്പ് രാജ്യങ്ങളിലെ പൂക്കൾ നമ്മുടെ സമ്മർ ഫ്ലവേഴ്സിനെക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വെരി കളർഫുൾ ആൻഡ് വെരി ബിഗ്. സ്പ്രിംഗ് സീസൺ വിൽ ഗിവ് വേ ടു സമ്മർ. അത് ഒരു ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോൾ, മെയ് തന്നെ ആകുമ്പോൾ ഇറ്റ് സമ്മർ ഓൾറെഡി. സമ്മർ അഗൈൻ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ഗ്രീൻ. അതാണ് നോക്കുന്നത്. ഇതാണ് സമ്മർ ഫ്ലവേഴ്സ് ആർ ഡിഫറെന്റ് ഫ്രം സ്പ്രിംഗ് ഫ്ലവേഴ്സ്. ലേറ്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ ഏർലി സമ്മർ. ഇനി ലേറ്റ് സമ്മർ നോക്കാം. പുഷ്പങ്ങളെല്ലാം ഇങ്ങനെ ഈ കൃഷി ഒക്കെ ഇടങ്ങളിൽ തന്നെ ഇവിടെ ധാന്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ പാകമായി വരുന്നുണ്ട്. ലേറ്റ് സമ്മർ പാകമായിട്ട് വരുന്നു. സമ്മറിന്റെ ലേറ്റ് സമ്മർ കഴിഞ്ഞ ഉടനെ പിന്നെ വരുന്ന അടുത്ത സീസൺ ഓട്ടം. ഓട്ടം ഈസ് അഗൈൻ അനദർ വെരി കളർഫുൾ സീസൺ. ഇലകളെല്ലാം കൊഴിയാൻ തുടങ്ങും. ഡെസിഡ്യൂസ് മരങ്ങൾ, നമ്മുടെ നാട്ടിൽ കൂടുതലും പ്ലാവും മാവും ഒക്കെ ഡെസിഡ്യൂസ് അല്ല, പക്ഷെ നമ്മുടെ നാട്ടിലും ഡെസിഡ്യൂസ് മരങ്ങളുണ്ട്. ഈ ചില സീസണിൽ പഴുത്ത് ഇല കൊഴിയുന്ന മരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇൻട്രൊഡ്യൂസ്ഡ് മരങ്ങളാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നതാണ്. നമ്മുടെ നാട്ടിൽ നാച്ചുറൽ എവർഗ്രീൻ എന്ന് പറയുന്ന ഒരുതരം മരങ്ങളാണ്, ഇല കൊഴിയാറില്ല. പക്ഷെ ഇൻ കോൾഡ് കൺട്രീസ് ഓൾമോസ്റ്റ് ഓൾ ദ ട്രീസ്, കോണിഫേഴ്സ് ഒഴികെ എല്ലാത്തിൻ്റെയും ഇലകൾ മഞ്ഞ നിറത്തിലായി, ചുവന്ന നിറത്തിലായി. ഇതാണ് യെല്ലോ ആൻഡ് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെല്ലി അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്. സോ യു ഹാവ് ദിസ് ഇലകളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കാണ്. അതൊരു ഭംഗിയുള്ള സീസണാണ്. പക്ഷെ തണുപ്പ് കൂടി വരും, കാറ്റടിക്കുന്ന സീസണാണ്. ഫലങ്ങളെല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന സീസണുമാണ് ലേറ്റ്
Yeah, see, fruits of all kinds. Autumn, late autumn is a period of autumn season, harvesting in the season ആണ്. And then you have winter slowly coming. ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. And snow is not compulsory. ചില സമയത്തൊക്കെ സ്നോ ഉണ്ടാവും, സ്നോ ഇല്ലാത്ത രീതിയിലും വിന്റർ ഉണ്ടാകാം. സ്നോ ഉള്ളപ്പോൾ ഉള്ളതിനേക്കാളും തണുപ്പ് ചിലപ്പോൾ സ്നോ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടായെന്ന് ഇരിക്കാം. സോ ദീസ് ആർ ദി 4 seasons: winter, spring, summer, autumn and again winter. നമ്മൾ സ്പ്രിങ്ങിലാണ് സാധാരണ പറഞ്ഞു തുടങ്ങുന്നത്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. മനുഷ്യന്റെ ജീവിതത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ 4 സീസൺസ് ആയിട്ട് പറഞ്ഞു. സ്പ്രിംഗ് ഈസ് യുവർ ചൈൽഡ്ഹുഡ്, സമ്മർ ഈസ് യുവർ യൂത്ത്, ഓട്ടം ഈസ് യുവർ മിഡിൽ ഏജ് ആൻഡ് വിന്റർ ഈസ് യുവർ ഓൾഡ് ഏജ്. ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ ഈ തണുപ്പ് രാജ്യങ്ങളിലുള്ള പല കവിതകളും കഥകളും ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പ്രേയർ ഇൻ സ്പ്രിംഗ് മനസ്സിലാകണമെങ്കിൽ സ്പ്രിംഗ് എന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ്. സോ സ്പ്രിംഗ് സീസൺ ഈസ് എ ടൈം soon after winter when there is a profusion of flowers, including daffodils in cold countries. അമേരിക്കയിലും ഡാഫഡിൽസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കണം. Plenty of daffodils are there in America also. Okay, I hope you can see a prayer in spring. ഇതൊരു Frost is a person. He was a farmer also. He was a farmer poet എന്ന് പറയും. He was a scholar and all that. He had a estate and where he farmed and all that. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതമായിട്ട് കുറെ കൂടെ അടുപ്പമുണ്ട്. Oh, give us pleasure in the flowers today, and give us not to think so far away as the uncertain harvest. Keep us here, all simply in the springing of the year. He's saying, let us be happy this spring season. We have been unhappy through the winter. Winter season is a very depressing season because not even a blade of grass. പച്ചനിറത്തിൽ ഒന്നും കാണില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ. മഞ്ഞില്ലെങ്കിൽ പോലും ഗ്രേ കളറിലിരിക്കും. So it's a very depressing kind of time. In cold countries, ആൾക്കാർ കൂടുതൽ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് ഈ വിന്റർ സമയത്താണ്. ബിക്കോസ് ഡിപ്രഷൻ്റെ ഒക്കെ ടെൻഡൻസി ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട് in the cold places. It can be very depressing, but people find ways to survive in those days. So you cannot get out of your house. അത്ര തണുപ്പായിരിക്കും. ഈ മരുഭൂമി ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് ഉള്ളതുപോലെ ഈ തണുപ്പ് രാജ്യങ്ങളിലെ തണുപ്പ്. You can't even step out of your house because you will freeze and you could die. അപ്പൊ അത് മാറിയിട്ട് when spring comes, it is a very happy occasion. Give us pleasure in the flowers. Let us enjoy the flowers. And let us not think of the uncertain harvest. But he is saying generally farmers are troubled because spring varan vaiyal avar kulkhande agum, because they have to farm their lands and harvest and store them. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, ധാന്യങ്ങളും പഴങ്ങളും മാത്രമല്ല, മൃഗങ്ങൾക്ക് ആവശ്യമുള്ള വൈക്കോലും അതുപോലത്തെ സാധനങ്ങളും എല്ലാം തന്നെ ഈ 4-5 മാസങ്ങൾക്കകത്ത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കണം. For the rest of the time. Rest of the time എന്ന് പറഞ്ഞാൽ for November, December, January, February, March, April. ഇത്രയും പീരീഡിൽ പിന്നെ അങ്ങോട്ട് ഭക്ഷണമേ ഉണ്ടാക്കാൻ പറ്റില്ല in that land. അപ്പൊ അതുപോലത്തെ ഇന്ന് there are so many other ways of gardening. മരുഭൂമിയിൽ കൃഷി ചെയ്യുന്നത് പോലെ തണുപ്പ് രാജ്യങ്ങളിൽ അവർ വലിയ ഗ്രീൻ ഹൗസ് ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. But that is modern times. So he is talking as a farmer, where the farmer is generally worried about the possible harvest, next harvest fail ചെയ്യുമോ, നേരത്തെ ശൈത്യം വരികയാണെങ്കിൽ. നമ്മുടെ നാട്ടിലുള്ള പോലെ നമ്മളിങ്ങനെ വയലൊക്കെ ഇങ്ങനെ കൊയ്യാനായിട്ട് പാകമായിട്ട് കിടക്കുമ്പം അപ്രതീക്ഷിതമായിട്ടൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ ചീഞ്ഞു പോകും. നമുക്ക് കൊയ്തെടുക്കാൻ പറ്റില്ല. നല്ല വിളയായിരിക്കും, പക്ഷെ അത് കൊയ്തെടുക്കാൻ പറ്റാതെ അവിടെ കിടന്ന് അഴുകിപ്പോകും. അതുപോലെ ഈ വിളവ് ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രോസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും വലിയ നാശം ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചുള്ള worries are there as far as the farmers are concerned. But he says, let us not be unhappy, let us not worry, let us enjoy the spring. Keep us here all simply in the springing of the year. See, the new year is springing forth. In Europe, ഈ ജാനുവരി എന്ന് പറയുന്നത് വിന്റർ ആണ് ശരിക്കും. പക്ഷെ സ്പ്രിംഗ് എന്ന് പറയുന്നതാണ് ഒരു ആരംഭം, ഒരു സൈക്കിളിന്റെ ആരംഭം, ജനനം പോലത്തെ ഒരു പീരീഡാണ്. So that is why he says the springing of the year, ഒരു പുതിയ
വർഷത്തിന്റെ തുടക്കം പോലെ. ഓ ഗിവ് us pleasure in the orchard white, like nothing else by day, like ghosts by night, and make us happy in the happy bees that swarm dilating round the perfect trees. So he is giving here a string of images of the landscape, American landscape in the winter കഴിഞ്ഞ സമയം വിന്ററിന്റെ റെസിഡ്യൂസ് അവിടെ ഉണ്ട്. Give us pleasure in the white orchard. See, the orchard is still white with snow which has not left. ഈ മരങ്ങൾ ഇപ്പോഴും ഗോസ്റ്റിനെ പോലെ തോന്നുന്നു രാത്രി. കാരണം ഈ സ്പ്രിങ്ങിന്റെ തുടക്കത്തിലും മരങ്ങളിൽ നിന്ന് ഇല വന്നു തുടങ്ങുന്നേ ഉള്ളൂ. രാത്രി കണ്ടാൽ ഇങ്ങനെ അസ്ഥിപഞ്ജരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. Let us and make us happy in the happy bees. But at the same time, bees will start buzzing around because, as I told you, I've shown you that flowers will come. സ്പ്രിങ്ങിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു ചെടി വളർത്തുമ്പോൾ നമ്മൾ അത് ഇല വരും, അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് പൂ വരുന്നത്. ഇവിടെ ചിലപ്പം പൂവായിരിക്കും ആദ്യം വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ട്രീ ടു പ്രൊഡ്യൂസ് ദ ഫ്ലവർ, പ്രൊഡ്യൂസ് ദ ഫ്രൂട്ട് ആൻഡ് പ്രൊഡ്യൂസ് ദ സീഡ് സോ ദാറ്റ് ദ ട്രീ വിൽ ബി ഏബിൾ ടു പ്രൊപ്പഗേറ്റ് ഇറ്റ് സെൽഫ്. അത് പ്രകൃതിയുടെയും കൂടെ ആവശ്യമാണ്. So that is the reason for the white and the happy bees and the swarm dilating around the perfect trees. The dilating means വ്യാപിക്കുക എന്നാണ്. So you have swarms of bees buzzing around the trees, the apple trees, അതുപോലെ the pear trees, peach trees, അതിൻ്റെയൊക്കെ ചുറ്റും, because there are flowers in them. And make us happy in the darting bird that suddenly above the bees is heard. The meteor that thrusts in with needle bill and off a blossom in mid-air stands still. This is an interesting bird. നമ്മുടെ നാട്ടിലുള്ള ഒരു പക്ഷിയാണ്, നീണ്ട ഒരു ചുണ്ടുള്ള ഒരു പക്ഷി. അങ്ങനെ അന്തരീക്ഷത്തിൽ ഹോവർ ചെയ്ത് നിൽക്കും. ഇറ്റ്സ് കോൾഡ് ഹമ്മിങ് ബേർഡ്. അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പൂവിന്റെ തേന് കുടിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. ആ പക്ഷിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സ്പ്രിംഗ് ബേർഡ്, സ്പ്രിംഗ് സീസണിൽ സന്തോഷമായിട്ട് കാണുന്ന പക്ഷിയാണ്. ഹാപ്പി ഡാർട്ടിങ് ഇങ്ങനെ വളരെ സ്പീഡിൽ പറന്നിങ്ങനെ വരുന്നതാണ് ഡാർട്ടിങ് എന്ന് പറയുന്നത്. And above the bees, the bees are there bringing nectar from the flowers. You have the hummingbird also with its needle bill. നീണ്ട ഒരു ചുണ്ടാണ് അതിനുള്ളത്. ബിൽ എന്ന് പറഞ്ഞ പക്ഷിയുടെ ചുണ്ടെന്നാണ് അർത്ഥം. And off a blossom in mid-air stands. So it sucks nectar out of the blossom in mid-air. അന്തരീക്ഷത്തിൽ അങ്ങനെ ഹോവർ ചെയ്ത് നിന്നിട്ട് തേന് കുടിക്കും. ഈ നെക്ടർ എന്ന് പറഞ്ഞാൽ തേൻ എന്നാണ് അർത്ഥം. അപ്പൊ തേൻ ഇംഗ്ലീഷ് ഹണി എന്നാണ്. അപ്പൊ അത് രണ്ട് സാധനമാണ്. അപ്പൊ പൂക്കളിലുള്ള തേന് ഈ തേനീച്ച വായ്ക്കകത്തെടുത്ത് അതിന്റെ ആന്തരിക അവയവങ്ങളിലൂടെ കടത്തിവിട്ട് അതിനെ ഒരു പ്രോസസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ജീവിയുടെ ദീപന രസങ്ങളൊക്കെ ചേരുമ്പോഴാണ് അത് ഹണിയാകുന്നത്. സോ ദി പൂക്കളിലുള്ള മധു നെക്ടറാണ്. അത് പ്രോസസ് ചെയ്ത് തേനീച്ച പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഹണി ആകുന്നത്. Yes, that is for your information. നെക്ടറും ഹണിയും തമ്മിലുള്ള വ്യത്യാസം. And for this is love, and nothing else is love, to which it is reserved for God above, the sanctified, to what far ends he will, but which it only needs that we fulfill. So this kind of innocent happiness with nature is love. Rather, he is equating love of the natural objects with love of humanity. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്നുള്ള വാക്കിന് നമ്മൾ നേരത്തെ കവിതയിൽ ഹോപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് കൊണറ്റേഷൻസോടുകൂടിയാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈശ്വരന്റെ സ്നേഹം ഇല്ല, അൺകണ്ടീഷണൽ നേരത്തെ പറഞ്ഞില്ല. ഞാനൊരു ബ്രെഡ് ക്രം പോലും എനിക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സന്തോഷം, സ്നേഹം ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വെൻ you are able to enjoy the spring season unconditionally, then love will fill your mind, and which is സാധാരണഗതിയിൽ ഈശ്വരന് മാത്രം അറിയാവുന്ന തരത്തിലുള്ള ഒരു സ്നേഹം, ഒരു സന്തോഷം that you will also be experienced. So you will experience a heavenly happiness. So that is this poem about prayer in spring.